ഇഞ്ചി 50, നാരങ്ങ 50. വിനീത ഇന്ന് 300 രൂപയ്ക്ക് മീൻ വാങ്ങി ഗൈസ്. ഇന്നപ്പോ ഒരു കുഞ്ഞു വ്ളോഗാണ്. ഇന്ന് ഞാൻ പോത്തങ്കോട് മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. അങ്ങ് അവിടെയുള്ള വട്ടിയൂർക്കാവ് ഉള്ള ഞാന് ഇങ്ങറ്റത്ത് പോത്തങ്കോട് മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് കേട്ടോ പോത്തങ്കോട് മാർക്കറ്റിലേക്ക് വരുന്നത്. ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്നൊന്നും അറിയത്തില്ല, എന്നാലും ഒന്ന് പോയി നോക്കാം. മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്. കൊട ചൂടിയൊക്കെയാണ് കേട്ടോ പോകുന്ന മാർക്കറ്റിൽ. കൊട തൊടൂരി ഇതേ പോകാൻ വഴി ഉണ്ടോന്ന് അറിയത്തില്ല. നോക്കാം. എനിക്ക് വേണ്ട മെയിനായിട്ടുള്ള സാധനം ബ്രൊക്കോളിയാണ് കേട്ടോ. ബ്രൊക്കോളി വിനീതയാണ് വീഡിയോ എടുക്കുന്നത്. ബ്രൊക്കോളി കിട്ടുമെന്ന് അറിയത്തില്ല. അതെ സുഖം സുഖമായിട്ടാ. എൻ്റെ പേരെന്താ? ഇവിടെയാണോ? ശരിയടാ. പയർ വേണ്ട. ചീര വേണ്ട ചേച്ചി. മതി. അപ്പം എത്രയായി? 350. ഇത് മേടിക്കുന്നുണ്ടോ? അഗസ്ത്യ ചീര വാങ്ങുന്നുണ്ടോ? അഗസ്ത്യ ചീര വേണ്ട. പച്ചമുളക് കാന്താരി മുളക് എങ്ങനെയാ? കാന്താരി മുളക് അല്ല, കാന്താരി ഇത് ഈ ചെറുത് 50 രൂപ ഉണ്ട്. അത് ആ പുളിഞ്ചിക്ക എങ്ങനെയാ? 10 രൂപ. അപ്പൊ പുളിഞ്ചിക്ക വേണം എനിക്ക്, കാന്താരി മുളക് വേണം. 10 രൂപയ്ക്ക് കൂടി തരുമോ പുളിഞ്ചിക്ക? ആ അപ്പൊ അത് മതി. ഏത് 50? ഇതാണോ? ആ എനിക്കിത് വേണം. 50 അല്ലെങ്കിൽ 30 രണ്ടെണ്ണം വന്നാൽ മതി. 50 വാങ്ങാനാണോ നല്ലത്? അപ്പൊ ഇത് 50 തന്നാൽ ഇഞ്ചി 50, നാരങ്ങ 50.
50. ഇപ്പുറത്തേക്ക് 50 രൂപ അഞ്ച് കൊള്ളാം. 50 രൂപ അഞ്ച് കൊള്ളാം. 100 രൂപയല്ലേ? ഞാൻ ഗൂഗിൾ പേ ചെയ്യാതെ. മാങ്ങ എങ്ങനെയാട്ടാ? ഇത് അര കിലോ 50 രൂപ. ഇതിലുള്ള മാങ്ങ കൂടുതലാണ്. ഇത്രയും 50 രൂപ. ഇതാണ് 50 രൂപ. വേണ്ട. ഇതാണ് അര കിലോ 50 രൂപ. ഏത് മാങ്ങാണോ? ഈ മാങ്ങാണോ ഈ മാങ്ങ തരാം. അര കിലോ 40 രൂപ. ഇതാണോ? വേണ്ട. മീനൊക്കെ നന്നായിട്ട് എടുക്കണേ കേട്ടോ. ഓ എനിക്കിന്നത് മീൻ വേണം. ചൂര വേണം. കൈയിട്ടും തരാൻ മാറുന്നത് വെഴിഞ്ഞാത്ത് 100 രൂപ. 2 പൊങ്കൽ രൂപ. കുറേ മുഴുവൻ വയ്ക്കണം പൊരിക്കണം. എടി ആ അയല എത്രയായിരുന്നു? അയ്യോ എനിക്ക് വേണോ ഇരുന്നെങ്കിൽ. എനിക്ക് ഞാൻ ഇപ്പൊ പോയി അടി. എനിക്ക് അയല മതി. ഞാൻ അയല അടിക്കട്ടാ. അവിടെ ഒരു പങ്കൂടെ എടുക്കട്ടാ. ഓ നല്ലതാണ്. ആ 100 രൂപയ്ക്ക് നഷ്ടോടി. മേടിക്കണ എനിക്ക് കറിവേപ്പില വേണം. കറിവേപ്പില വേണം അമ്മ. കറിവേപ്പില വേണം. ഒരു കപ്പ ഇട്ടു. കപ്പ ഓ കൊഞ്ചിൻ്റെ പൊടി എത്ര? 50 വേണം. അത് വേണം. ഇത് 50 വേണം. ചമ്മന്തി ഉണ്ടാക്കാൻ ഒരേ ചാള വേണം. ഈ 2 തരാമോ? തരാമോനെ ഞാൻ പേപ്പർ എടുത്ത്. വാളക്കരുവാട് എങ്ങനെയാ? ഹോസ്പിറ്റലിൽ മോനെ ഇത് 1 എണ്ണം 100, ഇത് 4 എണ്ണം. മോനെ ഇതെടുത്തില്ല മക്കളെ, ഇതെടുത്തില്ല. വേണ്ട കറിവേപ്പില വേണം. എനിക്ക് വേണം കറിവേപ്പില. ഒരു 2 കറിവേപ്പില എനിക്ക് വേണം. ഒരു 8 എനിക്ക് 1 എണ്ണം വേണേ. ആ 2 എണ്ണം എടുത്തോ. 2 എണ്ണം നിനക്ക് 2 എണ്ണം വേണോ? ആ എനിക്ക് 1 എണ്ണം. ഞാൻ കൊടുക്കാം പൈസ. ഈ ബോട്ടിൽ വാങ്ങിയില്ലേ? ആ
വലിയ പടവലങ്ങ ഇരിക്കുന്നുണ്ട്. തോരൻ വെച്ചാൽ നല്ലതാണ്. പടവലങ്ങ തോരൻ നല്ലതാ. ഡയറ്റ് ഒന്നും വേണ്ട. അവിടെ തുണിയുണ്ട്. പുളിയുണ്ടല്ലോ അല്ലേ? ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ്. അയ്യോ, ഒരു ചെവിടെ കവറ്. ഒട്ടും പ്രതീക്ഷിക്കാതെ കയറിയതാണ് മാർക്കറ്റില്. ഇത്രയും കവറ്. അയ്യോ, ഒരിക്കലും വിചാരിച്ചില്ല. സൂപ്പർ ആൻഡ് അമേസിങ്. താങ്ക് യു വിനീത. വെൽക്കം. ഇടില മാർക്കറ്റ് കേട്ടോ, ഒരു രക്ഷയില്ല. ഞാൻ എന്നെ പറയുന്നു ഇവിടെ ഈ പോത്തൻകുട മാർക്കറ്റിലൊന്നും വരെ. അടിപൊളി. ഇഷ്ടപ്പെട്ടല്ലേ? ഇവിടെയാണ് നമ്മുടെ മിനി സ്റ്റേഷൻ, മിനി സിവിൽ സ്റ്റേഷൻ. എങ്ങനെയുണ്ടായിരുന്നു പോത്തൻകുടി ചന്ത? ഗൈസ്, ഒരു രക്ഷയില്ല. അടിപൊളിയായിരുന്നു. കിടിലൻ ചന്ത എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരുപാട് ചന്തകളിൽ പോയിട്ടുണ്ട്. അങ്ങനെ ഒരു ചന്ത പെണ്ണാണെന്ന് ഞാൻ കരുതരുത്. പക്ഷെ സൂപ്പർ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. നാരങ്ങയൊക്കെ ഗൈസ്, ഒരു പാത്രത്തിൽ നിറയെ നാരങ്ങയൊക്കെ 50 രൂപ. ഞാൻ ഒരു നാരങ്ങ കഴിഞ്ഞ ദിവസം എന്തോ മേടിച്ച 10 രൂപയ്ക്കോ 12 രൂപയ്ക്കോ ഒരു നാരങ്ങ വാങ്ങിയത്. പക്ഷെ നാരങ്ങയൊക്കെ ഒരു വലിയ പാത്രം നിറയെ 50 രൂപ നാരങ്ങ. പിന്നെ അതുപോലെ ഇഞ്ചി ആണെങ്കിലും കടയിൽ നിന്ന് വാങ്ങാൻ നല്ല വിലയാണ്. പക്ഷെ ഇത് നാട്ടിന് പുറത്തെ നല്ല കിടില ഇഞ്ചി കിട്ടി 50 രൂപയ്ക്ക്. അതും ഒരു വലിയ പാത്രം നിറയെ. പിന്നെ കറിവേപ്പില കിട്ടി. നാടൻ ജീരക കറിവേപ്പില. നമുക്കറിയാലോ, മറ്റുള്ള കറിവേപ്പിലേക്കാളും ഏറ്റവും ഗുണമുള്ളതാണ് ജീരക കറിവേപ്പില കിട്ടി. പിന്നെ ചക്ക കിട്ടി. പിന്നെ അഗസ്ത്യ പൂവ് കിട്ടി. അത് ഞാൻ 50 രൂപയ്ക്ക് വാങ്ങിയപ്പോ കുറെ ഗൈസ്. പിന്നെ അതുപോലെ തന്നെ ചക്ക കിട്ടി. ചക്ക അവിയലുണ്ടാക്കാൻ ചക്ക കിട്ടി. നമ്മുടെ മീന്. അയ്യോ, മീനെന്ന് വെച്ചാൽ നല്ല പച്ച പിടയ്ക്കുന്ന മീന്. പിന്നെ കുഞ്ഞുമത്തി ഒരു കവർ നിറയെ ഗൈസ് 100 രൂപ. എന്റെ കണ്ണു തള്ളിപ്പോയി. അയ്യോ, അത്രയും കിട്ടി. പിന്നെ അതുപോലെ തന്നെ അയല മീന് നല്ല ലാഭമായിരുന്നു. നല്ല പച്ച മീന് ഞാൻ മേടിക്കുന്നുണ്ട്. വിനീതയെ വാങ്ങി. അതെ, അയല വാങ്ങി. ശരിക്കും പറഞ്ഞ ഞാൻ കുറെ നാളുകൊണ്ട് പറയുകയാണ് സീമയ്ക്കടുത്ത്. ഞാൻ പറഞ്ഞു പോത്തൻകുടി ചന്തയിൽ നീ വാ, പോത്തൻകുടി ചന്തയിൽ നല്ല ലാഭമാണ്, നമ്മൾ നല്ല സാധനം കിട്ടും, നല്ല വൃത്തിയുള്ള ചന്തയാണ്, എത്രയൊക്കെ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ആത്തിച്ചക്ക. നിങ്ങളവിടെ എന്താ പേര് പറയുന്നത് എനിക്കറിയില്ല. ആത്തിച്ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫ്രൂട്ടാണ്. നമ്മുടെ നാട്ടിന് പുറത്തെ ഫ്രൂട്ട് ആത്തിച്ചക്ക കിട്ടി ഗൈസ്. സൂപ്പർ ഒരു വലിയ ആത്തിച്ചക്ക. പക്ഷെ അത് പഴുത്തിട്ടില്ല. 2 ദിവസം ഇരിക്കുമ്പോ പഴുക്കുമെന്ന് അമ്മൂമ്മ പറഞ്ഞു. അത് ഫസ്റ്റ് ചന്തയിൽ കയറിയപ്പോഴേ അതാണ് സ്റ്റാർട്ടിങ്. ഞാൻ ഓടിപ്പോയി എടുത്ത അതാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ ഒരു പുളിയും മധുരവും എല്ലാം കൂടെ ടേസ്റ്റ്. എനിക്ക് സൂപ്പറാണ്, അടിപൊളി കിടിലാണ്. അപ്പൊ ആത്തിച്ചക്ക എടുത്തു. പിന്നെ ഞാൻ എന്ത് സാധനം എടുത്ത, പിന്നെ കാന്താരി മുളക്, എന്റെ ഫേവറേറ്റ് കാന്താരി മുളക്. പിന്നെ പുളിച്ചിക്കയിട്ട് മീൻകറിയോ. ഇന്ന് ഞാൻ കുഞ്ഞുമത്തി പുളിച്ചിക്കയിട്ട് വയ്ക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുളിച്ചിക്ക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പുളിച്ചിക്ക കിട്ടി. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കിട്ടി ചന്തയില്. അതും ഇത്രയും സാധനങ്ങൾ ഞാൻ വാങ്ങിയത് എനിക്ക് തോന്നുന്നു 800 രൂപ എന്തോ ആയതേ ഉള്ളൂ. സാധനങ്ങൾ. ഇനി നമ്മള് കരിക്ക് കുടിക്കാന്ന് വിചാരിക്കുന്നു. ക്ഷീണം ഇത്രയും സംസാരിച്ച് ചന്തയിലൊക്കെ കയറി തളർന്നു പോയി. ഇനി കരിക്ക് കുടിച്ചത് എനർജി ഉണ്ടാക്കട്ടെ. ഇത് ഇന്ന് 300 രൂപയ്ക്ക് മീൻ വാങ്ങി ഗൈസ്. 100 രൂപയ്ക്ക് ചാള, 200 രൂപയ്ക്ക് അയല വാങ്ങി, 300 രൂപയ്ക്ക് മീൻ വാങ്ങി. വാ, ഇന്ന് പൊരിക്കും, കറി വെക്കും. വിനീത ഇന്ന് തകർക്കും. വിനീത ഇന്നലത്തെ എന്റെ മീനിന്റെ റെസിപ്പി കോപ്പി അടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗൈസ്. പറ അതിനെ പറ്റി. അത് തീർച്ചയായിട്ടും ഇന്നലത്തെ വ്ളോഗ് ഞാൻ കണ്ടായിരുന്നു, സീമയുടെ അയലക്കറി വെക്കണത്. അപ്പൊ അതുപോലെ ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല. അപ്പം ഇന്ന് അതുപോലെ ഞാൻ ചെയ്യാൻ പോവുകയാണ്. നോക്കട്ടെ എങ്ങനെയുണ്ടെന്നു. കരിക്ക് കുടിക്കാൻ പോകും. ചെന്തെങ്ങിന്റെ കരിക്കാണ് കേട്ടോ കുടിക്കുന്നത്. ഈ ചൂട് സമയത്ത് ഇത് ഭയങ്കര അടിപൊളിയായിരിക്കും. ചെന്തെങ്ങിന്റെ കരിക്ക് ഞങ്ങൾ രണ്ടാളും കുടിക്കുന്നത്. വിനീതയ്ക്കും വയ്യ, മാർക്കറ്റിൽ കയറി തളർന്നു പോയി. നല്ല മീനായാലും ബാക്കിയുള്ള പച്ചക്കറി ആയാലും നമുക്ക് കിട്ടാത്ത കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ വളരെയധികം, അതും വിലക്കുറവും നല്ല അഫോർഡബിളും ആയിട്ടും കിട്ടി. അപ്പം നിങ്ങളെവിടെയൊക്കെ കിട്ടുന്ന നല്ല, നമ്മളെ നാട്ടിന് പുറത്തെ നല്ല സാധനങ്ങൾ കിട്ടുന്ന മാർക്കറ്റുകളും കുഞ്ഞു കുഞ്ഞു ചന്തകളൊക്കെ നിങ്ങൾ കമൻറ്റിൽ ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലും എനിക്ക് അവിടെ വരാൻ പറ്റുന്ന സാഹചര്യത്തിൽ അവിടെ കയറാമല്ലോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകളായിട്ട് ഞാൻ വരും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.